ഈ വർഷത്തെ എൻ്റെ അവസാനത്തെ ഫൈനൽ എക്സാം ഞാൻ എഴുതി തീർത്തതേ ഉള്ളൂ. എൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കഴിഞ്ഞു. ഒരു കാര്യം ഒഴിച്ച് ഒരു ജോലി കിട്ടാൻ ഞാൻ കുറേ നാളായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് നടക്കുന്ന വഴി ഇതിനെക്കുറിച്ച് ഓർത്തപ്പോൾ എൻ്റെ മൂഡ് പോയി. ക്യാമ്പസിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ റോഡിൻ്റെ അപ്പുറത്തുള്ള ശ്മശാനത്തിലേക്ക് ഞാൻ നോക്കി. അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്സിൻ്റെയും ഈ ക്യാമ്പസ് ഹൗസിങ്ങിൻ്റെയും ഒക്കെ ഇടയിൽ ഇത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ ശ്മശാനം അവിടെ ചേരാത്തതാണെന്നുള്ള തോന്നൽ എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ അതിരിക്കുന്ന സ്ഥാനം മാത്രമായിരുന്നില്ല വിയേർഡായിട്ടുള്ള കാര്യം. അതിൻ്റെ 4 കോർണറിലും അതിന് കാവൽ നിൽക്കുന്ന പോലെ 4 ഗാർഗോയിൽസ് ഉണ്ടായിരുന്നു. ആ ചതുരത്തിലുള്ള സ്ഥലത്തിൻ്റെ ചുറ്റും കിട്ടിയേക്കുന്ന വേലിക്ക് ഒരു 8 to 9 അടി പൊക്കമുണ്ട്. അതൊരു തമാശയായിട്ടുള്ളൊരു കാര്യമല്ല. ആരാണോ ആ ഫെൻസ് അവിടെ വെച്ചത് അത് ആ ശ്മശാനത്തിൻ്റെ അതിർത്തി കാണിക്കാൻ വേണ്ടി മാത്രമല്ല വെച്ചിരിക്കുന്നത് എന്നെനിക്ക് ഉറപ്പാണ്. ആളുകളെ പുറത്ത് നിർത്താൻ വേണ്ടി പണിത ഒരു വലിയ ഫെൻസായിരുന്നു അത്. ആ ഫെൻസിലാണ് ഞാൻ പുതിയൊരു ബോർഡ് കണ്ടത്. ഞാൻ റോഡിൻ്റെ അപ്പുറത്താണെങ്കിലും ആ വലിയ ഹെൽപ്പ് വാണ്ടഡ് എന്ന ബോർഡ് കാണാൻ എളുപ്പമായിരുന്നു. ആ വലിയ ഫെൻസിൽ ഇങ്ങനൊരു ബോർഡ് ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ആകാംക്ഷ കൂടി. കുറച്ചും കൂടെ നന്നായി കാണാൻ വേണ്ടി ഞാൻ റോഡ് ക്രോസ് ചെയ്ത് അവിടേക്ക് പോയി. അപ്പോൾ ആ ബോർഡിന് താഴെ ചെറിയ അക്ഷരത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു: വിശദാംശങ്ങൾക്കായി ഉള്ളിലെ സെക്യൂരിറ്റി ബൂത്തുമായി ബന്ധപ്പെടുക. ഫെൻസിലൂടെ നോക്കിയപ്പോൾ ഒരു ചെറിയ മരത്തിൻ്റെ ബൂത്തിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ്റെ രൂപം ഞാൻ കണ്ടു. രണ്ടാമതൊന്നും ആലോചിക്കാതെ ഞാൻ ഉള്ളിലേക്ക് കയറി ചെന്നു. ബൂത്തിൻ്റെ ജനലിൻ്റെ പിന്നിലിരുന്ന ആൾ ഞാൻ വരുന്നത് കണ്ടിട്ടുണ്ടാവണം. കാരണം അദ്ദേഹം എഴുന്നേറ്റ് പുറത്തേക്ക് വന്ന് ഒരു നല്ല പുഞ്ചിരിയോടെ എന്നെ നോക്കി. നിറച്ച മുടി കണ്ട കുറച്ച് പ്രായമായിട്ടുള്ള ആളാണെന്ന് തോന്നിയെങ്കിലും അയാൾ നല്ല ഉഷാറും ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് കണ്ടാൽ പറയും. ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള കറുത്ത സൂട്ടായിരുന്നു ആൾ ധരിച്ചിട്ടുണ്ടായിരുന്നത്. ഹൗ മേ ഐ ഹെൽപ്പ് യു എന്ന് സ്നേഹത്തോടെ അയാൾ ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഗാംഭീര്യമുള്ളതും ശാന്തമായതുമായിരുന്നു. ഞാൻ ഫെൻസിൽ വെച്ചിരിക്കുന്ന ബോർഡ് കണ്ടിരുന്നു. അതുമല്ല ജോലിക്ക് വേണ്ടിയാണോ? സംശയത്തോടെ ഞാൻ ചോദിച്ചു. അദ്ദേഹം തലയാട്ടിക്കൊണ്ട് ഏതാണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾ കിട്ടാൻ കാത്തുകൊണ്ട് ഞാൻ മിണ്ടാതെ നിന്നു. നമുക്കൊന്ന് നടന്നാലോ? ഒരു ചെറിയ ചിരിയോടെ അയാൾ ശ്മശാനത്തിൻ്റെ വഴി കൂടെ നടക്കാൻ തുടങ്ങി. ഞാൻ പുറകെ ചെന്നു. കല്ലറകൾക്കിടയിലൂടെ അദ്ദേഹം നടക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. നിങ്ങളുടെ സമയം കളയാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ ശ്മശാനം ഇവിടെ ഉണ്ടായിട്ട് കുറേ കാലമായി. നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ പഴക്കമുണ്ട് ഈ ശ്മശാനത്തിന്. പല കാവൽക്കാരും ഇതിനെ സംരക്ഷിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 40 വർഷത്തിലേറെയായി ഇതാണ് എൻ്റെ ജോലി. ഈ ജോലി ഉടനെ മാറ്റാനും എനിക്ക് ഉദ്ദേശമില്ല. എന്നിരുന്നാലും ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് സാഹചര്യം കാരണം എനിക്ക് കുറച്ച് ദിവസം ഇവിടം വിട്ട് പോകേണ്ടി വന്നിരിക്കുകയാണ്. ഇത്തരം സാഹചര്യത്തിൽ ഞാൻ സാധാരണയായിട്ട് വിളിക്കാറുള്ള ആളുകൾക്കും ഇപ്പോൾ വരാൻ പറ്റില്ല. ഞാൻ തരുന്ന ജോലി വളരെ സിമ്പിളാണ്. ഒരേ ഒരു രാത്രി ഇവിടുത്തെ കാവൽക്കാരനായി നിൽക്കുക. അത് ഇന്നത്തേക്ക് കൃത്യം ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള രാത്രിയായിരിക്കും. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അവഗണിച്ചു. എന്നിട്ട് ഒരേ ഒരു രാത്രിയിലെ ജോലിയിൽ മാത്രം ഫോക്കസ് ചെയ്തു. സോറി സർ, ഞാൻ സ്ഥിരമായിട്ടുള്ളൊരു ജോലിയാണ് നോക്കുന്നത്. വെറും ഒരു ദിവസത്തെ ജോലി കൊണ്ട് എനിക്ക്... അദ്ദേഹം പെട്ടെന്ന് തന്നെ എന്നെ തടഞ്ഞു. ഞാൻ $2000 മുൻകൂട്ടി തരാം. യാതൊരു രേഖകളിലും ഇതുണ്ടാവില്ല. അവിശ്വസനീയതയും സംശയം വന്നപ്പോൾ കുറച്ച് നിമിഷത്തേക്ക് എൻ്റെ വായ തുറന്നുപോയി. എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. യൂണിവേഴ്സിറ്റിയിലെ ജോലികളൊന്നും ഇങ്ങനെ ആയിരിക്കില്ല. അത് ശരിയാവില്ല. അദ്ദേഹം വീണ്ടും എന്നെ തടഞ്ഞു. ഈ ശ്മശാനം യൂണിവേഴ്സിറ്റിയുടെ വകയല്ല. അവരുടെ ഇഷ്ടത്തിനാണെങ്കിൽ ഈ സ്ഥലം പണ്ടേ ഇല്ലാതായേനെ. ദൈവാനുഗ്രഹം കൊണ്ട് അവർക്കിതിൽ യാതൊരു കാര്യവുമില്ല. ഞാൻ എന്തിലേക്കാണ് തല വെച്ചതെന്നോ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നതോ എന്നോ അറിയാതെ ഞാൻ മിണ്ടാതെ നിന്നു. അയാൾക്കത് മനസ്സിലായിട്ടുണ്ടാവണം. അദ്ദേഹത്തിൻ്റെ ഭാവം മാറി. എൻ്റെ പേര് മാർക്കസ്. അത് ഞാൻ ആദ്യം പറയേണ്ടതായിരുന്നു അല്ലേ? ഞാൻ എൻ്റെ പേര് പറഞ്ഞു. മടിയോടെ അദ്ദേഹത്തിന് കൈ കൊടുത്തു. അദ്ദേഹം നടത്തു നിർത്തി. തിരിഞ്ഞ് എന്നെ ഒന്ന് നോക്കി. എന്നിട്ട് കോട്ടിൻ്റെ പോക്കറ്റിലേക്ക് കൈയിട്ടു. ഞാൻ പറഞ്ഞതുപോലെ കൂടുതൽ സമയം കളയാൻ എനിക്ക് താല്പര്യമില്ല. അദ്ദേഹം ഒരു കൂട്ടം താക്കോലുകൾ എടുത്തു എനിക്ക് നേരെ നീട്ടി. തീരുമാനം നിങ്ങളുടേതാണ്, പക്ഷേ എനിക്കിപ്പോൾ തന്നെ അറിയണം. ഞാൻ മെല്ലെ കൈ നീട്ടി ആ താക്കോൽ കൂട്ടം വാങ്ങി. എന്തിനാണ് ഞാൻ ഇതിന് സമ്മതിക്കുന്നത് എന്ന് പോലും എനിക്കറിയില്ല. അധികം ആലോചിക്കാതെയാണ് ഞാനത് ചെയ്തത്. നന്നായി. ഒരാഴ്ച കഴിഞ്ഞ് വൈകുന്നേരം 7 മണിക്ക് ഇവിടെ എത്തണം. ഈ താക്കോലുകൾ ഉപയോഗിച്ച് നിങ്ങൾക്കെൻ്റെ ബൂത്തിൽ കയറാം. ഞാൻ അവിടെ ഒരു കത്ത് വെച്ചിട്ടുണ്ടാവും. തുടങ്ങുന്നതിന് മുൻപ് അത് വായിക്കണം. നിങ്ങൾക്കറിയേണ്ടതെല്ലാം അതിലുണ്ടാകും.
ബൂത്തിനുള്ളിലെ കസാരയുടെ അടുത്തുള്ള ഡ്രോയറിൽ നിങ്ങളുടെ പണം ഉണ്ടാവും. മാർക്കസ് തിരിഞ്ഞു നടന്നുപോയി. കയ്യിലുള്ള താക്കോലുകളിലേക്ക് നോക്കി ശ്മശാനത്തിന് നടുവിൽ ഞാൻ തനിച്ചായി. ഞാനത് പോക്കറ്റിലിട്ട് വീട്ടിലേക്ക് നടന്നു. അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചപ്പോൾ പല കാര്യങ്ങളും എൻ്റെ മനസ്സിലൂടെ പോയി. ഏറ്റവും വേസ്റ്റായ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ശ്മശാനത്തിൽ ചെല്ലുമ്പോൾ അവിടെ പണമൊന്നും ഉണ്ടാവില്ല. ഞാൻ തിരിച്ച് വീട്ടിൽ പോകും. ഏറ്റവും ബെസ്റ്റാണ് നടക്കുന്നതെങ്കിൽ ഒരു രാത്രിയിലെ ജോലിക്ക് എനിക്ക് $2000 കിട്ടും. എനിക്കെന്ത് നഷ്ടപ്പെടാനാണ്? അടുത്ത കുറച്ച് ദിവസങ്ങൾ മദ്യപാനവും പാർട്ടിയും ഉറക്കമായിട്ട് കടന്നുപോയി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം ജോലി അന്വേഷിച്ച് നടന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിലെ തിരക്കുകളിലേക്ക് തിരിച്ചു പോകുന്നതിന് മുന്നേ വേനൽക്കാലം അടിച്ചു പൊളിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ശ്മശാനത്തിലേക്ക് ജോലിക്ക് പോകേണ്ട ദിവസം തലേന്നത്തെ ഹാങ് ഓവർ കാരണം ഉച്ച കഴിഞ്ഞാണ് ഞാൻ ഉറക്കം എണീറ്റത്. ഒരു പക്ഷേ വലിയൊരു തട്ടിപ്പായിരിക്കാൻ സാധ്യതയുള്ള ജോലിക്ക് വേണ്ടി ശ്മശാനത്തിലേക്ക് നടക്കുന്നതിന് പകരം വീട്ടിലിരുന്ന് റൂംമേറ്റ്സിനൊപ്പം മദ്യപിച്ച് രസിച്ചിരുന്നൂടെ എന്ന് എനിക്ക് തോന്നി. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എൻ്റെ ഒഴിഞ്ഞ മേശപ്പുറത്ത് മാർക്കസ് തന്ന താക്കോൽ കൂട്ട് ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു പ്രചോദനം തോന്നി. കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ, ആ ജോലി സത്യമാണോ എന്ന് നോക്കാനും ഞാൻ ഇതുവരെ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും എളുപ്പമുള്ള $2000 കിട്ടുമോ എന്നറിയാനും ശ്മശാനത്തിലേക്കുള്ള 10 മിനിറ്റോളം നടത്താൻ ലാഭമാണെന്ന് എനിക്ക് തോന്നി. വേറെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങി. ഒരു 6:30 മുന്നേ ഞാൻ അവിടെ എത്തി. ശ്മശാനത്തിൻ്റെ ഗേറ്റിലൂടെ ഞാൻ കടക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു, സംശയാസ്പദമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ. എൻ്റെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ആരായാലും അത് ചെയ്യില്ലേ. മാർക്കസിനെയോ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ള വേറെ ആരെയോ ഞാൻ അവിടെ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയി. ഞാൻ ധൈര്യത്തോടെ ശ്മശാനത്തിലേക്ക് കയറി ആ ചെറിയ ബൂത്തിൻ്റെ അടുത്തേക്ക് നടന്നു. മാർക്കസ് തന്ന ആ താക്കോൽ കൂട്ടം ഞാൻ പുറത്തെടുത്തു. ആദ്യം ഇട്ട താക്കോൽ കറക്റ്റായിരുന്നു. ഞാൻ വാതിൽ തുറന്നു. ഉള്ളിലെ മുറി വളരെ ലളിതമാണെങ്കിലും നല്ല സൗകര്യമുള്ളതും വൃത്തിയുള്ളതും ആയിരുന്നു. അതൊരു സ്ക്വയർ ഷേപ്പിലുള്ള ചെറിയൊരു മുറിയായിരുന്നു. കൗണ്ടറിനും ജനലിക്കും മുന്നിൽ ഒരു കസേര ഉണ്ടായിരുന്നു. അതിനടുത്ത് 2 വാതിലുകളും പൂട്ടുമുള്ള വലിയൊരു മരത്തിൻ്റെ അലമാര ഉണ്ടായിരുന്നു. മുറിയിലൂടെ വേഗത്തിലൊന്ന് കണ്ണോടിച്ച ശേഷം കൗണ്ടറിന് താഴെയുള്ള ചെറിയ ഡ്രോവറിലായി എൻ്റെ നോട്ടം. ഉള്ളിലേക്ക് കയറി വാതിലടച്ചപ്പോൾ എൻ്റെ ഹൃദയമിടിപ്പ് കൂടി. ഞാൻ താക്കോൽ കൂട്ടത്തിൽ നിന്ന് ഓരോ കീ എടുത്ത് ആ ഡ്രോവർ തുറക്കാൻ നോക്കി. ഒടുവിൽ ഒരെണ്ണം പാകമായി. അത് തുറന്നപ്പോൾ ഒരു കട്ടിയുള്ള കവർ കണ്ടു. അതിൻ്റെ ഉള്ളിൽ $100 പുത്തൻ നോട്ടുകൾ. അതെണ്ണാൻ എൻ്റെ കൈ വിറച്ചു. $2000. ഞാൻ ആ നോട്ട് ഒന്നും കൂടെ എണ്ണി, പിന്നെയും എണ്ണി. കള്ളനോട്ടാണോ എന്ന് ഞാൻ ഓരോ നോട്ടും പരിശോധിച്ചു. പക്ഷെ എല്ലാം റിയലായിരുന്നു. പണത്തിൽ മാത്രം ഒരുപാട് ശ്രദ്ധ കൊടുത്തുകൊണ്ട് ആ പാക്കിൽ നിന്ന് വീണ ആ ഒരു കത്ത് ഞാൻ കണ്ടില്ല. പണം ബാഗിലേക്ക് തിരികിയ ശേഷം ഞാൻ ആ കത്ത് തറയിൽ നിന്ന് എടുത്തു. ഞാൻ കത്ത് തുറന്ന് വായിക്കാൻ തുടങ്ങി. ഇതാർക്കാണോ അവർക്ക് വേണ്ടി. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ജോലി പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടാവുക. എന്നാൽ ഇതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും വളരെ വലുതാണ്. താഴെ ഞാൻ കുറച്ച് നിയമങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോന്നും വളരെ ശ്രദ്ധയോടെ പാലിക്കണം. ഇതുപോലെയുള്ള പ്രത്യേകതയുള്ള ശ്മശാനങ്ങൾ ലോകത്ത് വളരെ കുറവേ ഉള്ളൂ. നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നല്ലവരായ ഒരാളെ പോലും ഇവിടെ അടക്കം ചെയ്തിട്ടില്ല. റൂൾ നമ്പർ 1: ഗേറ്റ്. ഈ ശ്മശാനത്തിന് ഒരു ഗേറ്റ് മാത്രമേ ഉള്ളൂ. അകത്തേക്കും പുറത്തേക്കും പോകാനുള്ള ഒരേ ഒരു വഴി. രാത്രി 8 മണിക്ക് മുൻപ് ഈ ഗേറ്റ് അടയ്ക്കണം. സൂര്യോദയം വരെ അത് അടച്ചിരിക്കണം. വേണമെങ്കിൽ നേരത്തെയോ അടയ്ക്കാം. ഈ സമയത്ത് പോലീസോ എമർജൻസി സർവീസുകളോ ഉൾപ്പെടെ ആരെയും അകത്തേക്ക് കടത്തിവിടാൻ പാടില്ല. ഈ ശ്മശാനത്തിൻ്റെ താൽക്കാലിക കാവൽക്കാരൻ എന്ന നിലയിൽ സൂര്യൻ ഉദിക്കുന്നത് വരെ ഈ വളപ്പിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നിങ്ങൾക്ക് അനുവാദമില്ല. നിങ്ങൾക്ക് തന്നിട്ടുള്ള കൂട്ടത്തിൽ ഏറ്റവും വലിയ താക്കോൽ ഈ ഗേറ്റിൻ്റേതാണ്. റൂൾ നമ്പർ 2: ഗോസ്റ്റ് ഹണ്ടേഴ്സ്. ചെറുപ്പക്കാർ കൂടുതലുള്ള നഗരത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഗോസ്റ്റ് ഹണ്ടേഴ്സ് അല്ലെങ്കിൽ പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എന്ന് സ്വയം വിളിക്കുന്നവർ ഇടയ്ക്കിടെ ഈ ശ്മശാനത്ത് വരാറുണ്ട്. നിങ്ങളുടെ ഷിഫ്റ്റിൻ്റെ ഭൂരിഭാഗ സമയത്തും ഗേറ്റ് പൂട്ടിയിരിക്കണമെങ്കിലും അത്തരം ആളുകൾ ആരെങ്കിലും അകത്ത് കടക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് കണ്ടാൽ അവരെ ഉടൻ തന്നെ പുറത്താക്കണം. അതിക്രമിച്ച് കയറുന്നവരെ നീക്കം ചെയ്യാൻ നിങ്ങൾക്ക് പോലീസിനെ വിളിക്കാം. പക്ഷേ രാത്രി 8 മണിക്ക് ശേഷം പോലീസ് ശ്മശാനത്തിൻ്റെ ഗേറ്റിനുള്ളിൽ പ്രവേശിക്കാൻ പാടില്ല. അതിക്രമിച്ച് കടക്കുന്നവരെ എത്രയും വേഗം പുറത്താക്കുക. സത്യത്തിൽ എന്തെങ്കിലും അവർ കണ്ടെത്തിയാൽ ആ വിഡ്ഢികൾ എന്ത് ചെയ്യുമെന്ന് അവർക്ക് പോലും അറിയില്ല. റൂൾ നമ്പർ 3: കോട്ട്, സൂട്ട്.
നിങ്ങളുടെ താക്കോൽ കൂട്ടത്തിലെ മറ്റൊരു താക്കോൽ ഉപയോഗിച്ച് അടുത്തുള്ള മരത്തിൻ്റെ അലമാര തുറക്കാം. അതിനുള്ളിൽ പല സാധനങ്ങളുണ്ട്. അതിലൊന്ന് എൻ്റേതുപോലൊരു സൂട്ടും അതിന് ചേരുന്ന ഷൂസുമാണ്. നിങ്ങളുടെ വസ്ത്രം മാറി ഷിഫ്റ്റ് കഴിയുന്നതുവരെ ഈ സൂട്ട് ധരിക്കണം. നിങ്ങളുടെ അളവുകൾ ഞാൻ ഊഹിച്ചെടുത്തതാണ്. അത് കൃത്യമായി പാകമായി കൊള്ളണം എന്നില്ല. എന്നാലും കുഴപ്പമില്ല. അവർ വിചാരിക്കേണ്ടത് നിങ്ങൾ ഞാനാണെന്നാണ്. ഷിഫ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സൂട്ട് സ്വന്തമായി എടുക്കാം. റൂൾ നമ്പർ 4. ഉപ്പ്. ശ്മശാനത്തിലുള്ള 4 കല്ലറകളിൽ ഞാൻ വെളുത്ത റോസാപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. അവ കണ്ടുപിടിക്കുക. സൂട്ടിനൊപ്പം അലമാരയിൽ ഉപ്പ് നിറച്ച പാത്രങ്ങൾ നിങ്ങൾ കാണും. ഗേറ്റ് പൂട്ടിയ ശേഷം ഈ കല്ലറകളുടെ അടുത്തേക്ക് പോയി ഓരോ കല്ലറയ്ക്ക് ചുറ്റും ഉപ്പ് കൊണ്ട് വട്ടം വരയ്ക്കണം. അത് കൃത്യമായ വട്ടം ആയിരിക്കണമെന്നില്ല. എന്നാൽ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിടവുകളില്ലാതെ വട്ടം പൂർത്തിയാക്കണം എന്നതാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ ഈ കല്ലറകളിൽ നിന്ന് കഴിയുന്നത്ര അകലം പാലിക്കുകയും ഉപ്പിൻ്റെ വട്ടം ഒരിക്കലും നശിപ്പിക്കാതിരിക്കുകയും ചെയ്യുക. എപ്പോഴും ഒരു പാത്രം ഉപ്പ് കയ്യിൽ കരുതുക. റൂൾ നമ്പർ 5. ബെൽസ്. ചില കല്ലറകൾക്ക് മുകളിൽ മണികൾ തൂക്കിയിട്ടിരിക്കുന്നതും അതിൽ നിന്നുള്ള ഒരു ചരട് മണ്ണിനടിയിലേക്ക് പോകുന്നതും നിങ്ങൾക്ക് കാണാം. 100 കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു പഴയ രീതിയുടെ ബാക്കിയാണിത്. ജീവനോടെ കുഴിച്ചിടപ്പെട്ടവർക്ക് ഒരു സുരക്ഷാ മുൻകരുതൽ എന്ന നിലയിൽ കണ്ടുപിടിച്ചതാണ് ഇത്. ശരീരം അനങ്ങിയാൽ ചരട് വലിഞ്ഞ് മണി മുഴങ്ങും. അപ്പോൾ കാവൽക്കാരന് അവരെ തിരിച്ചെടുക്കണമെന്ന് മനസ്സിലാവും. ഈ മണികൾക്ക് ഇപ്പോൾ മറ്റൊരു ലക്ഷ്യമാണുള്ളത്. മണി മുഴങ്ങുന്നത് കേട്ടാൽ ആ കല്ലറയ്ക്ക് ചുറ്റും ഉപ്പ് വിതറുക. എന്നിട്ട് ആ കല്ലറയിൽ നിന്നും അകന്നു നിൽക്കുക. മണികളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാവുന്ന മറ്റൊരു സാഹചര്യം കൂടിയുണ്ട്. ഒരേ സമയം പല മണികൾ വേഗത്തിൽ മുഴങ്ങാൻ തുടങ്ങിയാൽ നിൽക്കുന്നിടത്ത് നിന്ന് അനങ്ങാതെ കഴിയുന്നത്ര വേഗത്തിൽ നിങ്ങൾക്ക് ചുറ്റും ഉപ്പ് വിതറുക. നിങ്ങൾക്ക് കുറച്ച് നേരത്തേക്ക് ആ വട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് കുറച്ച് സ്ഥലം ഇട്ട് വേണം നിങ്ങൾ വട്ടം വരയ്ക്കാൻ. അനങ്ങാതെ നിൽക്കുക. വട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങാനോ അത് മുറിക്കാനോ ഉള്ള ഒരു തന്ത്രത്തിലും വീണു പോകരുത്. റൂൾ നമ്പർ 6. ഗാർഗോയിലുകൾ. ശ്മശാനത്തിൻ്റെ ഓരോ കോർണറിലും ഓരോ കല്ലിൻ്റെ ഗാർഗോയിൽസ് ഉണ്ട്. 4ഉം ഒരേപോലെയാണുള്ളത്. വവ്വാലിൻ്റേത് പോലുള്ള ചിറകുകളും പിശാചിൻ്റെ മുഖമുള്ള ചെറിയ ശരീരം. ഫെൻസിൻ്റെ മൂലയിലുള്ള കൽത്തൂണുകൾക്ക് മുകളിലാണ് അവ ഇരിക്കുന്നത്. ശ്മശാനത്തിൻ്റെ നടുവിലേക്ക് നോക്കുന്ന രീതിയിലാണ് അവരിയ്ക്കുന്നത്. ഒരെണ്ണത്തെ കാണാനില്ല എന്ന് തോന്നിയാൽ അത് കാര്യമാക്കണ്ട. ഇനി ഒരെണ്ണത്തെ വേറെ എവിടെയെങ്കിലും കണ്ടാൽ മുഖം തിരിക്കുകയോ കണ്ണുകൾ അടയ്ക്കുകയോ ചെയ്യുക. അതിന് സ്ഥലം മാറി എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്നൊരു സൂചനയും നൽകരുത്. അവയെ വെറുതെ വിട്ടാൽ അവ അപകടകാരികളല്ല. റൂൾ നമ്പർ 7. ഹെൻറി. ശ്മശാനത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ അറിയപ്പെടാത്ത ഒരാളുടെ പഴയൊരു കല്ലറയുണ്ട്. ഹെൻറിയെക്കുറിച്ച് നിങ്ങൾക്കറിയേണ്ട ഒരേ ഒരു കാര്യം ഇതാണ്: നിങ്ങളുടെ ഷിഫ്റ്റിൽ അവൻ കല്ലറയിൽ നിന്ന് എഴുന്നേറ്റാൽ സൂക്ഷിക്കണം. തിരിച്ച് സെക്യൂരിറ്റി ബൂത്തിലേക്ക് പോകരുത്. നിങ്ങളുടെ സൂട്ട് ജാക്കറ്റിൻ്റെ മുൻ പോക്കറ്റിൽ ഒരു ചെറിയ തീപ്പെട്ടിയുണ്ട്. ഒരെണ്ണം കത്തിച്ച് ഹെൻറിയുടെ കല്ലറയിലേക്ക് എറിയുക. ഇത് ചെയ്തതിന് ശേഷം ഹെൻറിയെ കണ്ടാലും ശ്രദ്ധിക്കരുത്. അതിനുശേഷം നിങ്ങൾക്ക് ബൂത്തിലേക്ക് മടങ്ങാം. നിങ്ങളുടെ ഷിഫ്റ്റ് കഴിയുമ്പോൾ ഗേറ്റ് തുറന്ന് താക്കോൽ കൂട്ടം ഡ്രോയറിൽ വയ്ക്കുക. ബെസ്റ്റ് ഓഫ് ലക്ക്, മാർക്കസ്. അതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ചിരിച്ചു. അയാളുടെ തമാശയും ഹ്യൂമറൊക്കെ ഞാൻ ആസ്വദിച്ചു. ഈ ലെറ്റർ എഴുതാൻ മാർക്കസ് എടുത്ത കഷ്ടപ്പാട് എനിക്കൊരു തമാശയായി തോന്നിയെങ്കിലും അയാൾ പറഞ്ഞ റൂൾസ് എല്ലാം പാലിക്കാൻ ഞാൻ തീരുമാനിച്ചു. $2000 ഇത് ലാഭമാണ്. അടുത്തുള്ള മരത്തിൻ്റെ അലമാര തുറന്നുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. അതിനകത്ത് മാർക്കസ് പറഞ്ഞതുപോലെ ഒരു സൂട്ട് ഉണ്ടായിരുന്നു. അത് നല്ല ക്വാളിറ്റിയും നല്ല വിലപിടിപ്പുള്ളതുപോലെ തോന്നിച്ചു. ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ വേഷം മാറി ആ വസ്ത്രം ധരിച്ചു. അതെനിക്ക് കൃത്യം പാകമായിരുന്നു. സൂട്ടുകളെ കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ല, പക്ഷേ ഇത് നല്ല സാധനമാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് വാങ്ങാൻ കഴിയുന്നതിലും എത്രയോ വിലയുള്ളത്. കത്ത് മടക്കി പോക്കറ്റിലിടുന്നതിന് മുൻപ് ഞാൻ ആ ലിസ്റ്റ് ഒന്നും കൂടെ നോക്കി. റൂൾ നമ്പർ 1. ഗേറ്റ്. ഇത് എളുപ്പത്തിൽ തീർക്കാമെന്ന് ഞാൻ കരുതി. ഞാൻ താക്കോൽ കൂട്ടെടുത്ത് ബൂത്തിന് പുറത്തേക്ക് ഇറങ്ങി ഗേറ്റിനടുത്തേക്ക് നടന്നു. അടുത്തേക്ക് ചെന്നപ്പോൾ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്നറിയാൻ ഞാൻ ചുറ്റും നോക്കി. അവിടെ ആരും കണ്ടില്ല. ഗേറ്റിൻ്റെ ഒരു വശം ഒറ്റ കൈകൊണ്ട് അടയ്ക്കാൻ ഞാൻ ശ്രമിച്ചു, പക്ഷെ അതത്ര എളുപ്പമായിരുന്നില്ല. ആ മെറ്റൽ ഗേറ്റിന് ഭയങ്കര ഭാരമായിരുന്നു. അത് വലിച്ചടയ്ക്കാൻ നല്ല ശക്തി വേണ്ടി വന്നു. 2 വശങ്ങൾ അടച്ച ശേഷം ഞാൻ ഏറ്റവും വലിയ താക്കോലെടുത്ത് ആ കീ ഹോളിലിട്ടു. താക്കോൽ തിരിച്ചപ്പോൾ പൂട്ടി വീഴുന്ന സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ശബ്ദം ഞാൻ കേട്ടു. ഗേറ്റ് പൂട്ടി തിരിച്ചു നടന്നപ്പോൾ ഞാൻ വീണ്ടും ആ കത്ത് പുറത്തെടുത്തു. ഗോസ്റ്റ് ഹണ്ടേഴ്സ്. അവരത്രയും വലിയ പ്രശ്നമാകില്ല എന്ന് ഞാൻ കരുതി. രാത്രി കാലങ്ങളിൽ
മാർക്കസിന് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവരായിരിക്കും എന്ന് ഞാൻ ഊഹിച്ചു. ശ്മശാനം ഇതുവരെ മുഴുവനായി കാണാത്തതുകൊണ്ട് ആരെങ്കിലും ഉള്ളിലുണ്ടോ എന്ന് നോക്കാൻ ഞാൻ ഒന്ന് നടക്കാൻ തീരുമാനിച്ചു. നടക്കുമ്പോൾ ഒരു കാര്യം എൻ്റെ ഓർമ്മയിൽ വന്നു. ഈ ശ്മശാനത്തിന് മുന്നിലൂടെ എത്രയോ തവണ ഞാൻ പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ഒരാൾ പോലും ഈ ശ്മശാനം വിസിറ്റ് ചെയ്യാൻ വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ അടക്കം ചെയ്തിരിക്കുന്ന ബന്ധുക്കളെ കാണാൻ വരുന്ന ഒരാളെങ്കിലും ഞാൻ കാണേണ്ടതായിരുന്നു, പക്ഷെ കണ്ടിട്ടില്ല. അപ്പോൾ മാർക്കസ് കത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ ഓർത്തു. നല്ലവരായ ഒരാളെ പോലും ഇവിടെ അടക്കം ചെയ്തിട്ടില്ല. ആ ചിന്ത എന്നിൽ അസ്വസ്ഥത ഉണ്ടാക്കി. അതുകൊണ്ട് അദ്ദേഹം എന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ശ്മശാനത്തിന് ചുറ്റും 1-2 തവണ നടന്നു നോക്കിയപ്പോൾ ആരും അതിക്രമിച്ച് കയറിയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായി. അതുകൊണ്ട് ഫോണിൽ കളിക്കാനും സമയം കളയാൻ വേണ്ടി പുസ്തകം വായിക്കാനുമായി ഞാൻ സെക്യൂരിറ്റി ബൂത്തിലേക്ക് നടന്നു. തിരിച്ചു പോകുന്ന വഴിക്കാണ് ഒരു കല്ലറയുടെ അടുത്ത് നിലത്തൊരു വെളുത്ത റോസാപ്പൂ കിടക്കുന്നത് ഞാൻ കണ്ടത്. ഞാൻ സാവധാനം ബൂത്തിലേക്ക് പോയി ഉപ്പിൻ്റെ പാത്രം എടുത്തുകൊണ്ട് വന്ന് ആ കല്ലറയ്ക്ക് ചുറ്റും ഉപ്പ് വിതറി. ധാരാളം ഉപ്പ് വിതറുമ്പോൾ അത് പുല്ലിനെ നശിപ്പിക്കുമോ എന്ന് ഞാൻ ചിന്തിച്ചു. പുല്ല് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതിനെ കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ല. എന്നാലും പുല്ലിൽ ഇത്രയും ഉപ്പിടുന്നത് നല്ലതല്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഈ ശ്മശാനത്തിലെ പുല്ല് കണ്ടാൽ നല്ല ഭംഗിയുണ്ട്. പിന്നെ എന്തിനാണ് മാർക്കസ് എന്നോട് ഇത് ചെയ്യാൻ പറഞ്ഞത്? എൻ്റെ ചോദ്യത്തെ ഞാൻ തന്നെ വിട്ടു. ഞാൻ ഇവിടെ വന്നത് പണം ഉണ്ടാക്കാനാണ്, ചോദ്യങ്ങൾ ചോദിക്കാനല്ല. ആദ്യത്തെ വട്ടം പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ മറ്റ് 3 കല്ലറകൾ കൂടി കണ്ടുപിടിച്ച് അതിനു ചുറ്റും ഉപ്പ് വിതറി. വട്ടത്തിൽ വിടവുകളൊന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തി. 4 എണ്ണവും പൂർത്തിയാക്കിയ ശേഷം ഞാൻ സെക്യൂരിറ്റി ബൂത്തിലേക്ക് മടങ്ങി. കത്ത് ഒരു വട്ടം കൂടെ വായിച്ചപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു എന്നെനിക്ക് തോന്നി. ഗേറ്റ് അടച്ചു, കല്ലറകളുടെ കാര്യം നോക്കി, അതിക്രമിച്ച് കയറി ആരും കണ്ടിട്ടുമില്ല. അടുത്ത കുറച്ച് മണിക്കൂർ ശാന്തമായി കടന്നുപോയി. ഞാൻ ഫോണിൽ കളിച്ചു, ഫ്രണ്ട്സിന് മെസ്സേജ് അയച്ചു. ഞാൻ കൊണ്ടുവന്ന ബുക്കിൻ്റെ 2 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. പാട്ട് കേട്ട് ഇരിക്കണ്ട എന്ന് എനിക്ക് തോന്നി. കാരണം ഈ മൃതദേഹം മണിയടിക്കുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. രാത്രി ഇരുട്ടുള്ള ശ്മശാനത്തിൽ ബൂത്തിലേക്ക് മാത്രം വെളിച്ചടിക്കുന്ന സമയം അശ്രദ്ധമായി പാട്ട് കേട്ടിരിക്കുന്നത് അത്ര സുഖകരമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നിയില്ല. അങ്ങനെ കുറേ നേരം ബൂത്തിലിരുന്ന് മടുത്തപ്പോൾ കുറച്ച് ശുദ്ധവായു കിട്ടാനായി ഞാൻ ബൂത്തിൻ്റെ പുറത്തിറങ്ങി നിന്നു. രാത്രിയിൽ നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. ചീവീടുകളുടെ ശബ്ദം മാത്രമേ അവിടെ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഭിത്തിയിൽ ചാരി നിന്ന് എനർജി ഡ്രിങ്ക് കുടിക്കുമ്പോഴാണ് ആ നിശബ്ദതയെ തകർത്തുകൊണ്ട് ഒരു മണി അടിക്കുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നത്. ഞാൻ പേടിച്ച് വിറച്ചുപോയി. എൻ്റെ കയ്യിലുള്ള ക്യാൻ താഴെ വീണു. കുറച്ച് അകലെ നിന്നാണ് ശബ്ദം വന്നത്. പക്ഷേ ഇരുട്ടിൽ എവിടെ നിന്നാണെന്ന് കാണാൻ കഴിഞ്ഞില്ല. ഞാൻ ബൂത്തിൽ നിന്ന് ടോർച്ച് എടുത്ത് ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നടന്നു. ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ ഒരു കല്ലറയുടെ മേലെയുള്ള ബെല്ലടിക്കുന്നത് എൻ്റെ വെളിച്ചത്തിൽ പെട്ടു. ആ മണി അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതും ഉറക്കെ ശബ്ദം ഉണ്ടാക്കുന്നതും കണ്ട് ഞാൻ അമ്പരപ്പോടെ നോക്കി നിന്നു. എന്നെ പേടിപ്പിക്കാൻ മാർക്കസ് ഉണ്ടാക്കി വെച്ച എന്തെങ്കിലും വേലയായിരിക്കും ഇത് എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. പക്ഷേ ഈ മണി അടിക്കുന്നത് കൊണ്ട് എൻ്റെ രോമം എഴുന്നേറ്റ് നിൽക്കാനും എനിക്ക് പേടി വരാനും തുടങ്ങി. ഞാൻ വേഗം ബൂത്തിലേക്ക് ഓടി ഉപ്പിൻ്റെ പാത്രം എടുത്ത് തിരിച്ചു വന്നു. ആ കല്ലറയ്ക്ക് ചുറ്റും ഉപ്പ് വിതറി. വട്ടം പൂർത്തിയായ ഉടനെ ആ മണിയടി നിന്നു. ഞാൻ 2 സ്റ്റെപ്പ് പുറകിലേക്ക് വെച്ച് ഒന്ന് ശ്വാസം വിട്ടു. കാര്യങ്ങൾ അത്ര കുഴപ്പം പിടിച്ചതല്ല എന്ന് സമാധാനിച്ചു. എല്ലാം എൻ്റെ കൺട്രോളിലാണ് എന്ന് വിചാരിച്ചു. ഞാൻ കല്ലറയിൽ നിന്ന് ഒരു 3 സ്റ്റെപ്പ് എടുക്കുന്നതിന് മുന്നേ മണി വീണ്ടും അടിക്കാൻ തുടങ്ങി. ആ മണി ആടുന്നത് കണ്ടപ്പോൾ എനിക്ക് പേടിയാവാൻ തുടങ്ങി. എൻ്റെ പുറകിൽ നിന്ന് മറ്റൊരു മണി കൂടി മുഴങ്ങിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇത് അതിലും വേഗത്തിലും വെപ്രാളത്തിലായിരുന്നു. അത് ശ്രദ്ധിക്കുന്നതിന് മുൻപ് തന്നെ വഴിയിൽ നിന്ന് മറ്റൊരെണ്ണം കൂടി മുഴങ്ങി. പിന്നെ എതിർവശത്ത് നിന്നും നിമിഷങ്ങൾക്കുള്ളിൽ 5, 6, 7 മണികൾ മുഴങ്ങാൻ തുടങ്ങി. മണികളുടെ ശബ്ദമെല്ലാം കൂടിച്ചേർന്ന് ചെവി പൊട്ടുന്ന ശബ്ദമായി മാറി. മണികൾ എനിക്ക് ആപത്തില്ല എന്ന് തോന്നി. അവ എന്തോ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. എന്തോ വരുന്നുണ്ട്. ഞാൻ വേഗം മറ്റൊരു ഉപ്പിൻ്റെ പാത്രം തുറന്ന് എനിക്ക് ചുറ്റും ഒരു വട്ടം വരച്ചു. 8 അല്ലെങ്കിൽ 9 അടി വിസ്താരത്തിൽ വട്ടം വരയ്ക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷെ അത് തീർക്കുന്നതിന് മുൻപ് ഉപ്പ് തീർന്നുപോയി. വട്ടം പൂർത്തിയാക്കാൻ ഞാൻ നേരത്തെ ഇട്ട ഉപ്പ് പരത്താൻ ഞാൻ തിടുക്കം കാട്ടി. എൻ്റെ ജീവൻ അതിനെ ആശ്രയിച്ചിരിക്കുന്നത് പോലെ ഞാൻ തറയിൽ ഉപ്പ് പരത്തി. ഒരു യുഗം പോലെ തോന്നിച്ച 30 സെക്കൻഡുകൾക്ക് ശേഷം ഞാൻ എൻ്റെ വട്ടം പൂർത്തിയാക്കി. കിതച്ചുകൊണ്ട് ഞാൻ പുറകോട്ട് വീണു. പെട്ടെന്ന് എല്ലാ മണികളും നിന്നു. ശ്മശാനം മുഴുവൻ നിശബ്ദമായി. ചീവീടുകളുടെ ശബ്ദം പോലും കേൾക്കാനില്ല. ശബ്ദമുണ്ടാക്കാതിരിക്കാൻ ഞാൻ ശ്വാസം അടക്കി പിടിച്ചു. എന്തെങ്കിലും കാണുന്നുണ്ടോ എന്നറിയാൻ ഞാൻ ചുറ്റും നോക്കി. ആരോ എന്നെ നിരീക്ഷിക്കുന്നതായി എനിക്ക് തോന്നി. പക്ഷേ എനിക്കൊന്നും കാണാനോ കേൾക്കാനോ കഴിഞ്ഞില്ല. ഒടുവിൽ എൻ്റെ മുന്നിലുള്ള ഫെൻസിൻ്റെ
മൂലയിലുള്ള തൂണിൽ എൻ്റെ കണ്ണുടക്കി. അവിടെ ഇരുന്നിരുന്ന ഗാർഗോയിലിൻ്റെ പ്രതിമ അവിടെ ഇല്ലെന്ന് കണ്ടപ്പോൾ എൻ്റെ നെഞ്ചിടിപ്പ് നിന്നു. ഞാൻ എഴുന്നേറ്റ് നിന്ന് ഓരോ മൂലയും നോക്കി. 4 എണ്ണവും കാണാനില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് ഉച്ചത്തിലുള്ളൊരു മാന്തുന്ന ശബ്ദം ഞാൻ കേട്ടു. വഴിയുടെ അറ്റത്തേക്ക് ഞാൻ ടോർച്ചടിച്ചു. ഒരു മരത്തിന് പിന്നിൽ പുല്ലനങ്ങുന്നതും മണ്ണ് തെറിക്കുന്നതും ഞാൻ കണ്ടു. ശ്മശാനത്തിൽ എങ്ങനെയോ കയറിപ്പറ്റിയ എലികളായിരിക്കുമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. എന്നാൽ മരത്തിന് പിന്നിലെ മണ്ണിൽ നിന്ന് വലിയൊരു രൂപം ഉയർന്നു വന്നപ്പോൾ ആ ചിന്ത മാറി. അതിനു ചുറ്റും മണ്ണിടിഞ്ഞ് വീഴുന്നത് മാത്രമേ എനിക്ക് അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞുള്ളൂ. ആ വട്ടത്തിൽ നിന്നും പുറത്തിറങ്ങാൻ ഞാൻ ധൈര്യപ്പെട്ടില്ല. 1-2 മിനിറ്റത്തേക്ക് എല്ലാം നിശബ്ദമായിരുന്നു. പിന്നെ മരത്തിന് പിന്നിൽ നിന്ന് ഒരു ഞൊട്ടൽ ശബ്ദം ഞാൻ കേട്ടു. പിന്നാലെ ഒരു രൂപം പുറത്തേക്ക് വന്നു. എല്ല് വരെ അഴുകിയ ഒരു മൃതദേഹം റോബോട്ടിനെ പോലെ എൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. അത് മുടന്തിയിട്ടാണ് വരുന്നുണ്ടായിരുന്നത്. മുടന്തി വരുന്നു എന്ന് പറയുമ്പോൾ വയസ്സായവർ നടക്കുന്നത് പോലെ മെല്ലെയാണെന്ന് നിങ്ങൾ കരുതിയേക്കാം. പക്ഷേ അല്ല. ശ്മശാനത്തിൻ്റെ മെയിൻ വഴി കൂടെ ഓടുന്ന വേഗത്തിലാണ് അത് വന്നത്. അതടുത്തേക്ക് വന്നപ്പോൾ എൻ്റെ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ ആ ഭീകരരൂപം വ്യക്തമായി ഞാൻ കണ്ടു. കറുത്ത മാംസ കഷ്ണങ്ങൾ ചാരനിറത്തിലുള്ള എല്ലുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. വിളറിയ നൂല് പോലെയുള്ള ഞരമ്പുകൾ മൃതദേഹത്തിൽ നിന്നും തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അതെൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അത് ഇളകുന്നുണ്ടായിരുന്നു. അതിൻ്റെ വാരിയല്ലുകൾക്കിടയിൽ ചുരുങ്ങിയ അവയവങ്ങൾ തൂങ്ങിക്കിടന്ന് ആടുന്നുണ്ടായിരുന്നു. തലയോട്ടിയിൽ വലതുവശത്തെ ഒരു കഷ്ണമില്ലായിരുന്നു. ഇടതുവശത്ത് ഒരു കൊമ്പുണ്ടായിരുന്നു. ആ കൊമ്പ് അവിടെ തന്നെ ഉള്ളതായിരുന്നു എന്ന് തോന്നിപ്പിക്കും. അതിൻ്റെ താടിയെല്ലുകളും പല്ലുകളും കുഴപ്പമൊന്നുമില്ലാതെ ഇരുന്നെങ്കിലും അതിൽ നിന്നൊരു കറുത്ത ദ്രാവകം ഒലിച്ച് നടക്കുമ്പോൾ നിലത്തെല്ലാം വീഴുന്നുണ്ടായിരുന്നു. അതടുത്തേക്ക് വന്നപ്പോൾ എന്തെങ്കിലും എടുക്കാനോ എവിടേക്കെങ്കിലും ഓടാനോ ഞാൻ ചുറ്റും നോക്കി. ഓടാൻ തോന്നിയിട്ടും ആ വട്ടത്തിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങാതെ നിന്നു. എന്നിൽ നിന്ന് അല്പം അകലെ ആ വട്ടത്തിൻ്റെ തൊട്ടു മുന്നിലായിട്ട് അത് വന്ന് നിന്നു. പുറകോട്ട് വീണ് ഉപ്പിൻ്റെ വട്ടത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നിന്ന ഞാൻ എങ്ങനെയോ ബാലൻസ് ചെയ്ത് വട്ടത്തിൻ്റെ ഉള്ളിൽ തന്നെ നിന്നു. ഇതിനിടയിൽ വിറയ്ക്കുന്ന കയ്യിലുണ്ടായിരുന്ന ടോർച്ച് താഴെ വീണു. വീണ്ടും എല്ലാം നിശബ്ദമായി. ആ സാധനത്തിൻ്റെ കാലിലെ കൂർത്ത എല്ലുകൾ വട്ടത്തിൻ്റെ തൊട്ടരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ഉപ്പിന് ഇതിനെ തടയാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചില്ല. എൻ്റെ കാര്യം പോക്കാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് മുകളിൽ നിന്ന് ശക്തമായ ഒരു കാറ്റ് വീശുന്നതും എന്തോ വന്ന് വീഴുന്ന ശബ്ദവും ഞാൻ കേട്ടത്. അവിടെ വന്നു നിന്ന ഗാർഗോയിലിൻ്റെ കല്ലിൻ്റെ ചിറകുകൾ എനിക്ക് കാണാമായിരുന്നു. നിലത്ത് കിടന്നിരുന്ന ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ ബാക്കിയുള്ള കാര്യങ്ങൾ വ്യക്തമായിരുന്നു. മറ്റ് 3 ഗാർഗോയിലുകളെയും എനിക്ക് കാണാമായിരുന്നു. നിലത്ത് വീണ് കിടക്കുന്ന ആ മൃതദേഹത്തിന് ചുറ്റും അവ നിൽക്കുന്നുണ്ടായിരുന്നു. മാർക്കസിൻ്റെ കത്ത് വീണ്ടും ഓർമ്മ വന്നപ്പോൾ ഞാൻ അതെടുത്ത് 6ാമത്തെ നിയമം വായിച്ചു. തിരിഞ്ഞു നിന്ന് കണ്ണുകൾ അടയ്ക്കുക. അതുമാത്രമേ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ഞാനത് ചെയ്തു. എല്ലുകൾ പൊട്ടുന്ന ശബ്ദവും കല്ല് തറയിലിടിക്കുന്ന ശബ്ദവും ഞാൻ കേട്ടു. എൻ്റെ കാലിനടിയിൽ അതിൻ്റെ വൈബ്രേഷൻ എനിക്ക് അനുഭവപ്പെട്ടു. മാംസം കീറുന്നതും സ്പ്രിംഗ്ലറിൽ നിന്നുള്ള വെള്ളം പോലെ ദ്രാവകം പുല്ലിലേക്ക് തെറിക്കുന്നതും ഞാൻ കേട്ടു. ശബ്ദം നിന്നപ്പോൾ മാത്രമാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത്. ഒരു ഗാർഗോയിൽ മാത്രം അവിടെ ബാക്കിയുണ്ടായിരുന്നു. അതിൻ്റെ കയ്യിൽ കുറേ എല്ലുകളുണ്ടായിരുന്നു. ആ വികൃതമായ തലയോട്ടി അതിൻ്റെ മുകളിൽ ഭംഗിയായി വെച്ചിരുന്നു. ശ്മശാനത്തിൻ്റെ മൂലയിലേക്ക് നോക്കിയപ്പോൾ 3 ഗാർഗോയിലുകളും തിരികെ പോയതായി ഞാൻ കണ്ടു. ഞാൻ ഗാർഗോയിലിൻ്റെ നേരെ നിന്ന് തിരിഞ്ഞ് ടോർച്ചെടുത്തു. ഒന്ന് മടിച്ച ശേഷം ഉപ്പിൻ്റെ വട്ടത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പെട്ടെന്നുണ്ടായ ഈ കാര്യങ്ങൾ കൊണ്ടെല്ലാം ഞാൻ വളരെ പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഗാർഗോയിലുകൾ എന്നെ ഉപദ്രവിക്കില്ല എന്നും അവയുടെ വഴിയിൽ ഞാൻ പോവാതിരുന്നാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നും ഞാൻ വിശ്വസിച്ചു. ഒരു ദീർഘശ്വാസം വിട്ട് ടെൻഷൻ കുറച്ച് ഞാൻ ബൂത്തിലേക്ക് നടന്നു. പകുതി ദൂരം എത്തിയപ്പോൾ എൻ്റെ കഴുത്തിൻ്റെ പിന്നിലെ രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു. എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ പുറകിൽ ആരോ നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ആ നിശബ്ദതയെ തകർത്ത് ഒരു ഭീകരമായ ചിരി കേട്ടപ്പോൾ എനിക്കത് ഉറപ്പായി. ചിരിക്കിടയിൽ ഒരു കുസൃതി നിറഞ്ഞ ശബ്ദം മന്ത്രിച്ചു. നീ നിന്റെ ആ ചെറിയ വട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ലായിരുന്നു. ഞാൻ മെല്ലെ തിരിഞ്ഞ് ആ ശ്മശാനത്തിൻ്റെ ഇരുണ്ട ഭാഗത്ത് നിൽക്കുന്നുണ്ടായിരുന്ന ആ വലിയ രൂപത്തിലേക്ക് ടോർച്ചടിച്ചു. അദ്ദേഹത്തിൻ്റെ മെലിഞ്ഞ തോളുകൾ തല വരെ ഉയർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ചിരിക്കുമ്പോൾ അത് മുകളിലേക്കും താഴേക്കും കുലുങ്ങുന്നുണ്ടായിരുന്നു. ചിരി നിയന്ത്രിക്കാൻ അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല.
കണ്ടാൽ ജീവനുള്ള ആളാണെന്ന് തോന്നും. പക്ഷേ ഒരു അസുഖം പിടിച്ച കോലമായിരുന്നു. ശരീരം വല്ലാതെ മെലിഞ്ഞ് ചുരുങ്ങിയിരുന്നു. ഒരു കർഷകനെ പോലെ പഴയ വസ്ത്രം ധരിച്ചുകൊണ്ട് കൈകളും തലയും മാത്രമേ കാണാൻ കഴിയുമായിരുന്നുള്ളൂ. അതിൻ്റെ കൈകൾ പോലെ തന്നെ അതിൻ്റെ നഖവും നീണ്ട് വൃത്തികേടായിരുന്നു. പച്ച നിറത്തിലുള്ള വിഷം നിറഞ്ഞ കണ്ണുകൾ മുന്നോട്ട് തൂങ്ങിക്കിടക്കുന്ന വിളറിയ തലയിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു. ഓടുന്നതാണ് നല്ലത്. ക്രൂരമായ ഒരു തമാശ പോലെ അയാൾ പറഞ്ഞു. 10, ഞാൻ അന്തം വിട്ടു നിന്നു. 9, അയാൾ എണ്ണുകയാണെന്ന് മനസ്സിലായപ്പോൾ എൻ്റെ നെഞ്ച് തകർന്നുപോയി. 8. മാർക്കസ് പറഞ്ഞ ഹെൻറിയുടെ കല്ലറയിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചാണ് ഞാൻ ഓർത്തത്. ഇത് അവൻ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു. ഞാൻ ശ്മശാനത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിലേക്ക് ഓടി. 7, ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഇത്ര വേഗതയിൽ ഓടിയിട്ടില്ല. 6, അയാൾ അക്കങ്ങൾ ഉറക്കെ വിളിച്ച് പറയാൻ തുടങ്ങി. കത്തിൽ പറഞ്ഞിരുന്ന പഴയ കല്ലറ ഞാൻ കണ്ടു. പക്ഷേ അത് ഉറപ്പിക്കുന്നതിന് മുൻപ് മറ്റൊരു കല്ലറയിൽ തട്ടി ഞാൻ വീണു. എൻ്റെ മുട്ട് അതിൽ ചെന്നിടിച്ച് ഞാൻ തെറിച്ചു വീണു. 5, ഞാൻ വീണെടുക്കുന്ന സ്ഥലത്തെ കല്ലറയിലേക്ക് നോക്കി. അതിൽ ഹെൻറി എന്ന് മാത്രം എഴുതിയിരുന്നു. ഇത് തന്നെ സ്ഥലം. 4, ഞാൻ കോട്ടിൻ്റെ പോക്കറ്റിൽ തീപ്പെട്ടി വരുതി. 3, ഞാൻ അത് വേഗം പുറത്തെടുത്തു. പക്ഷേ ഭൂരിഭാഗം കൊള്ളികളും പുല്ലിലേക്ക് മറിഞ്ഞുപോയി. 2, ഞാൻ ഒരെണ്ണം എടുത്ത് തീപ്പെട്ടിയിൽ ഉരയ്ക്കാൻ നോക്കി. 1. ഞാൻ തീപ്പെട്ടിയിൽ ഉരച്ചെങ്കിലും അത് കത്തിയില്ല. ഞാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചു. Here I come. അബദ്ധത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കി. ഹെൻറിയുടെ നീളമുള്ള കാലുകൾ വെച്ച് അവൻ ഭീകരമായ വേഗതയിൽ എൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. ഒരു സെക്കൻഡിനുള്ളിൽ അവൻ എൻ്റെ അടുത്തെത്തും. ഞാൻ വീണ്ടും തിരിഞ്ഞ് തീപ്പെട്ടി കത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എൻ്റെ തൊട്ടടുത്ത് വലിയൊരു ശബ്ദത്തിൽ എന്തോ വന്ന് വീണു. ഞാൻ ഞെട്ടി മറിഞ്ഞു വീണു. വീണ്ടും ഗാർഗോയിലിൻ്റെ പുറകുവശമാണ് ഞാൻ കണ്ടത്. 4 പേരും താഴെ ഇറങ്ങി എനിക്കും ഹെൻറിക്കും ഇടയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ആ അവസരം മുതലെടുത്ത് ഞാൻ തീപ്പെട്ടി ഉറച്ചുകൊണ്ടിരുന്നു. വേണ്ട, ഹെൻറി പേടിയോടെ പറഞ്ഞു. വേണ്ട വേണ്ട വേണ്ട, ഞാൻ തമാശ പറഞ്ഞതാണ്. സ്റ്റോപ്പ് ഇറ്റ് എന്ന് ആജ്ഞാപിച്ച ശേഷം അവൻ അലറി കരയാൻ തുടങ്ങി. അവനെ ശ്രദ്ധിക്കാതെ ഒടുവിൽ ഞാൻ ആ തീ കത്തിച്ച് എൻ്റെ മുന്നിലുള്ള പുല്ലിലേക്ക് ഇട്ടു. ഹെൻറിയുടെ കല്ലറയിൽ പച്ച നിറത്തിലുള്ള തീ ആളി കത്തിയപ്പോൾ ഞാൻ പുറകോട്ട് വീണു. അവൻ നിശബ്ദനായി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഗാർഗോയിലുകൾ പോയിരുന്നു. തല താഴ്ത്തി ജീവനില്ലാതെ നിൽക്കുന്ന ഹെൻറി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എഴുന്നേറ്റ് നിന്ന് ഹെൻറിയെ നോക്കാതെ ഞാൻ ഗേറ്റിൻ്റെ അടുത്തേക്ക് നടന്നു. തിരിഞ്ഞു നോക്കാൻ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ നോക്കി. അവൻ അവിടെ ഇല്ലായിരുന്നു. ബൂത്തിൽ നിന്ന് എൻ്റെ സാധനങ്ങളെല്ലാം എടുത്തു. സൂര്യൻ ഉദിക്കുന്നത് വരെ ഞാൻ ഫെൻസിൽ ചാരിയിരുന്നു. വെളിച്ചം വന്നപ്പോൾ ഞാൻ ഗേറ്റ് തുറന്ന് താക്കോലുകൾ ബൂത്തിൽ വെച്ചു. ഗേറ്റിലൂടെ പുറത്തിറങ്ങി റോഡിലൂടെ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയപ്പോഴും എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. സമയം പോകെ അത് ശരിയായി വന്നു. ഇടയ്ക്കിടെ അതിലെ പോകുമ്പോൾ ശ്മശാനത്തിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ മാർക്കസിനെ ഞാൻ കാണാറുണ്ട്. അദ്ദേഹം എന്നെ തിരിച്ചറിയുന്നുണ്ട് എന്ന് എനിക്കറിയാം. എന്നെ കാണുമ്പോൾ അദ്ദേഹം ചിരിക്കാറുണ്ട്. അന്ന് ആ സംഭവങ്ങൾക്ക് ശേഷം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല. ഇനി കണ്ടാൽ തന്നെ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. എൻ്റെ റൂംമേറ്റ്സിനോടോ കൂട്ടുകാരോടോ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇതെങ്ങനെ അവതരിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. വിവരമുള്ള ആരെങ്കിലും ഇത് വിശ്വസിക്കുമോ? ചിലപ്പോഴൊക്കെ ഇരുട്ടത്ത് ബെഡ്റൂമിൽ തനിച്ചിരിക്കുമ്പോൾ എല്ലുകൾ കൂട്ടിയിടിക്കുന്ന ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി ഉണരാറുണ്ട്. ചിലപ്പോൾ ഉറങ്ങാൻ പോകുമ്പോൾ ഒരു നേർത്ത ശബ്ദത്തിലുള്ള എണ്ണൽ ഞാൻ കേൾക്കും. 10, 9, 8, 7, 6, 5, 4, 3, 2, 1.